ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വിറപ്പിക്കാൻ ഫസ്റ്റ് ഒരു പാട്ട് പാടിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമ്മളിഷ്ടപ്പെടണമെന്നില്ല, നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടപ്പെടട്ടെ. ഓണമൊക്കെ അവിടെ വരെയായി എല്ലാവർക്കും. ഞാൻ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാമെന്നുള്ളൊരു മൂടൊന്നുമില്ല, ഒരു മനസ്സൊന്നുമില്ല, സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇപ്പം ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ ഒരു എനർജി, ഒരു ഊർജ്ജം. സത്യം പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞിക്ക് വല്ലാത്തൊരു ഊർജ്ജമാണ് കേട്ടോ. സത്യം, നിങ്ങൾ പഴങ്കഞ്ഞി കുടിച്ച് നോക്കണം, അപ്പോൾ അറിയാം നമ്മളെ എത്രയൊക്കെ. ഈ ഇത്രയും വലിയ കനമുള്ള മാലയൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. പണയം വയ്ക്കാൻ ആരും ചോദിക്കല്ലേ, ഞാൻ തരത്തില്ല. അപ്പോൾ ഇത്രയും വലിയ പഴങ്കഞ്ഞി നിങ്ങളൊക്കെ കുടിച്ച് നോക്കണം കേട്ടോ. പഴങ്കഞ്ഞി സ്ഥിരമാക്കണം കേട്ടോ. പഴങ്കഞ്ഞി കഴിക്കാൻ പറ്റുന്നവരൊക്കെ പഴങ്കഞ്ഞി കുടിക്കണം. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പവറാണ്. എനിക്ക് പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ ഒരു വീഡിയോ 2 ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. മടിയല്ല, മനസ്സ് ശരിയല്ല. സത്യം ഉള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയാമല്ലോ. മനസ്സ് ശരിയല്ല. എൻ്റെ മനസ്സ് ശരിയല്ലാതിരുന്ന് കഴിഞ്ഞ് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ആയിരിക്കും. ഇപ്പം തന്നെ ശരിയല്ല. പിന്നെ ഇന്ന് രാവിലെ കൂടി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, കാന്താരി നിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, നീ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്ത, വീഡിയോ ഇട്, ഞങ്ങൾ നിന്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാ പബ്ലിക്കിലൊക്കെ എല്ലാവരും പേര് പറയുന്നേ. നല്ലൊരു ആവശ്യം ഉന്നയിച്ച ഒരു വ്യക്തിയുടെ പേരൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. കൂടുതലും എനിക്ക് മോശമായിട്ട് കമൻസ് ഇടുന്നവരുടെയൊക്കെ കാര്യങ്ങളായി ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു. അവളും പറഞ്ഞു, എടി നീ വീഡിയോ നിർത്തല്ലേ, വീഡിയോ ഇട്. ഞാൻ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊക്കെ അങ്ങ് പോവുക, ഫേസ്ബുക്കൊക്കെ കളയാൻ പോവുക, എനിക്ക് ഫേസ്ബുക്കിൻ്റെ ഒന്നും വരാനൊന്നും തോന്നുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ അങ്ങനല്ല വാ, അങ്ങനെ. അപ്പം മോനും എന്നെ രാവിലെ വിളിച്ചിട്ട് പോകാൻ നേരം പറഞ്ഞു, അമ്മച്ചി വീഡിയോ ഒക്കെ ചെയ്യുക, അമ്മച്ചി പഴയ പോലെ ആക്റ്റീവ് ആവ്, ആരെങ്കിലുമൊക്കെ വായിരിക്കുന്ന തെറിവിളിയെങ്കിലും അമ്മച്ചി ഒന്ന് കേക്ക്, അമ്മച്ചി പഴയ പോലെ മൂടിക്കെട്ടിയിരിക്കാതെ. പണ്ടത്തെ ഞാനുണ്ട്, മൂടിക്കെട്ടിയിരുന്ന ഒരവസ്ഥയുണ്ട്. അതിലേക്ക് പയ്യെ മാറിപ്പോന്നോന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ആ പഴയ ഞാനായി. ജീവിതത്തിൽ എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ട്, ശരിക്കൊരു അടി കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ശോകാവസ്ഥയായിരുന്നു. ഞാൻ ഒരിക്കലും തിരിച്ച് ഈ ഒരു അവസ്ഥയിൽ വരുമെന്ന് വിചാരിച്ച ഒരാളല്ല. അങ്ങനത്തെ ഒരു അടിയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയത്. അതേ ഒരു അടി എനിക്ക് വീണ്ടും ജീവിതത്തിൽ വന്നപ്പം തകർന്നു പോകുന്നോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ കാണുമല്ലോ കൈപിടിച്ച് കയറ്റാൻ. അങ്ങനെ 1-2 പേര് എന്നെ വിളിച്ച് സംസാരിച്ചു. എന്നെ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന, ഞാനിങ്ങനെ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ട് എന്നെ വിളിച്ചത്. പിന്നെ അറിയാമല്ലോ, ചേച്ചിപ്പണ് പൊതുവേ എനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ചേച്ചിപ്പണും ഇന്നലെയും ഇന്നും എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പഴയ പോലെ ആക്റ്റീവ് ആവ്, നീ കയറി വാ, നിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് അതിൽ നിന്നൊക്കെ മാറി വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പുറമേ നമ്മൾ എത്രയൊക്കെ ചിരിച്ചാലും ഉള്ളിൽ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വയം വന്നിരുന്ന് പറയുന്നതും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ അഭിനയിച്ച് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ മനസ്സ് തുറന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്നതും നിങ്ങൾക്ക് എന്തേലും ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വന്നിരുന്ന് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ ഒരു അവസ്ഥ. അത്രയും ഒരു മാനസിക സംഘർഷം എന്നൊക്കെ പറയാം അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന കാരണം എനിക്ക് വീഡിയോസ് ചെയ്യാമോ. ഞാൻ ലൈവ് വന്നപ്പോഴും കുറേ പേര് വന്ന് ചോദിച്ചു, എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ നാട്ടുകാരിയായ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെന്നെ വിളിച്ച് ചോദിച്ചു. ലൈവിലും വന്നവൾ ചോദിച്ചു, എന്നിട്ട് വിളിച്ചും ചോദിച്ചു, എടി എന്താണ് നിനക്ക് പറ്റിയത്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞാൻ കാണാൻ തുടങ്ങുന്ന സമയം തൊട്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേ
മാറണം, മാറിയേ പറ്റൂ, മാറി മറിഞ്ഞേ പറ്റൂ അല്ലേ? എനിക്ക് ഞാനായേ പറ്റൂ. ഓരോരുത്തവരുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളാകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കതൊരു കഥയാണ് അല്ലേ? നിങ്ങൾക്കൊരു കഥ മാത്രമാണ്. പക്ഷെ ഞാൻ അനുഭവസ്ഥയാണ്, അനുഭവത്തിൽ കൂടെ പോയിട്ട്. ഇപ്പം ജീവിതത്തിൽ വന്നു പോകേണ്ട ഓരോ കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ സ്വയം ചെന്ന് ചാടിക്കൊടുക്കുന്നത്, ചിലപ്പം അല്ലാണ്ട് പറ്റിപ്പോകുന്നത് ഒക്കെ ആയിരിക്കും. എന്തായാലും എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കാം. എനിക്ക് ആ പഴയ ഞാനായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തണം. നിങ്ങളുടെ വായിരിക്കുന്ന തെറിവിളി കേട്ടാലും എനിക്ക് ഒരു കുരുവിയെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പോയത് കേട്ടോ എടുക്കാന്ന് വിചാരിച്ചേ. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുമ്പം കുറേ പേർക്ക് എന്നെ മനസ്സിലാവും, കുറേ പേർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ഞാൻ പഴയ ഞാനായിട്ട് തന്നെ തിരിച്ച് വരാം. എല്ലാവരുടെയും തെരുവിളിയും വഴക്കും ബഹളവും സ്നേഹവും സന്തോഷമൊക്കെ കിട്ടുമ്പം നമുക്കും നമ്മളായിട്ട് മാറാൻ കഴിയും. എല്ലാവരും കഴിക്കണം കേട്ടോ. എല്ലാവരും കഴിക്കണേ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഇന്ന് കുറച്ച് പോച്ചയൊക്കെ പറിച്ച് മുറ്റത്തിറങ്ങി കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ല, മൊത്തം പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അന്ന് നിങ്ങളെ കാണിച്ചാലോ മുറ്റത്തൊക്കെ പോച്ചയൊക്കെ നിൽക്കുന്നത്, ഇതെല്ലാം ക്ലീൻ ചെയ്യണമെന്നൊക്കെ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഒത്തിരി എടുത്തൊന്നും ഇല്ല, കുറച്ചെടുത്തേ ഉള്ളൂ. അത് എന്ത് പോച്ചയെന്നറിയാവോ? എന്താ പറയുന്നത് അതിൻ്റെ പേര്? മുത്തങ്ങ എന്ന് പറഞ്ഞ സംഭവം മണ്ണിനടിയിൽ ഒരു കിഴങ്ങ. അപ്പം അത് നമ്മൾ മൂടോടെ പറിച്ചുള്ളഞ്ഞാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് മൂടോടെ പറിക്കാൻ പറ്റത്തില്ല. കുഞ്ഞു മുത്തങ്ങയെ ആദ്യം പൊക്കത്തിൽ കിളിച്ചു വരാൻ മുത്തങ്ങയല്ല. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി പാടാണ്. അപ്പോൾ അതൊക്കെ പറിക്കൽ പാടാണ്. പിന്നെ അങ്ങനെ കോറ്റപ്പൊച്ചയൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞാൻ കുറച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ കുറച്ച് വെയിലാവുന്നതിന് മുമ്പ് കുറച്ച് പറിക്കും. പിന്നെ പിള്ളേർക്ക് പോകണ്ടേ, അവരെ വിടണം, അവർക്കുള്ളതെല്ലാം റെഡിയാക്കി വിടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മടിയും കൂടെ ആയപ്പോൾ പിന്നെ പറയുകയും വേണ്ട. എന്തായാലും ഞാൻ ഓണത്തിന് മുമ്പ് ഞാൻ മുറ്റങ്ങളിൽ എറിയുന്നൊരു വീഡിയോ ഇടും. അപ്പോൾ അത് അന്ന് കാണാം. പിന്നെ ഇതിനിടയ്ക്ക് ദിവസം അടൂരോടൊക്കെ ഇറങ്ങുന്നുണ്ട്. അടൂരൊക്കെ ഇറങ്ങുമ്പം വീഡിയോ ഒക്കെ ആയിട്ട് വരാം. 1-2 കൂട്ടുകാരെയൊക്കെ കാണാൻ പോകണം. ഇവിടെ 1-2 ക്ഷേത്രമുണ്ട്. ഗുരുവായൂർ എന്നാണ് എളുപ്പം വായി വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അപ്പം അത് പോകണം. അപ്പോൾ ഞാൻ പോയിട്ടില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഗുരുവായൂർ പോകുമ്പം ചേച്ചിപ്പണ്ണീനോട് കൂട്ടി പോകാമെന്ന് വിചാരിച്ച. ഗുരുവായൂർ പോകണം, ഒരു വീഡിയോ എടുക്കണം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഗുരുവായൂർ പോകുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ അടുത്തൊരു ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം അടൂരുണ്ട്. അടൂരക്കാർക്കെല്ലാം അറിയാം. പിന്നെ പത്തനംതിട്ട നിന്നൊക്കെ അടൂർ വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. കൊല്ലംകാർക്കും അടൂർ വന്നു കഴിഞ്ഞാൽ കാണാം ആ ക്ഷേത്രം കേട്ടോ. അവിടെ ഒന്ന് പോകണം. കുറേ ആയി. എൻ്റെ ചെറുതിലേ അല്ല, കല്യാണത്തിന് മുമ്പ് ഞാൻ അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അവിടെ. പിന്നെ പെരിങ്ങനാട്ട് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെയും പോകണം. മരുതിമൂട് ഒരു പള്ളിയുണ്ട്, അവിടെ പോകണം. വേറൊന്നിനല്ല, ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടി. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മുറിപ്പാടല്ല, ഒരു എന്തൊക്കെ ഒരു തിങ്ങലില്ലേ മനസ്സിനകത്തൊരു തിങ്ങല്, ഒരു സങ്കടത്തിൻ്റെ തിങ്ങല്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സ്വസ്ഥമാകണം. ക്ഷേത്ര ദർശനം അതിന് നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വൈബാ അത്. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വലുതാ. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെ പോകണം.
അപ്പം വേറെ വീഡിയോ ആയിട്ട് വരാം. ഇനി ഞാൻ സംസാരിച്ചാലും ശരിയാവത്തില്ല. ആകപ്പാടെ എന്തൊക്കെയോ കിളി പോയ പോലൊക്കെ ഇരിക്കും ഞാൻ. എനിക്ക് തന്നെ അറിയാം ഞാൻ കിളി പോയിരിക്കുവാണെന്ന്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.